ഇക്കായി ഏക് യൂണിറ്റ് 1 ഫസ്റ്റ് ലെസൺ ബീർ ബഹൂട്ടി. ഇതൊരു കഹാനിയാണ്. ബീർ ബഹൂട്ടി എന്ന് വെച്ചാൽ ഒരു മഴക്കാലത്ത് മാത്രം കണ്ടുവരുന്ന ഒരു ജീവിയാണ്. അത് വയലുകളിലാണ് ഇവയെ കൂടുതലും കാണുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്ന് പറഞ്ഞാൽ റെയിൻ ബഗ്ഗാണ്. മലയാളത്തിൽ ഇന്ദ്രഗോപം എന്ന് പറയും. നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥ ആദ്യം വായിക്കാം. बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अभी भी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. खेतों में छोटा छोटा बाजरा उगा था. बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध घुली हुई थी. ബാദൽ ബഹൂത് ബരസ് ഗയേ. ബാദൽ നന്നായി പെയ്തു കഴിഞ്ഞു, അതായത് മഴ നന്നായി പെയ്തു കഴിഞ്ഞു. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം. ഫിർ ഭി ബഹുത് സാരാ പാനി ഉൻമേ ബച്ചാ ഹുവാ ഥ. പക്ഷേ ഫിർ ഭി വീണ്ടും, ബഹുത് സാര പാനി വളരെയധികം ജലം, ഉന്മേം ബച്ചാ ഹുവാ ഥ അതിൽ തങ്ങി നിൽക്കുന്നു, ബാക്കിയുണ്ട്. ഏതിൽ? ബാദലിൽ, മേഘത്തിൽ. അതായത് വീണ്ടും മഴ പെയ്യാനുള്ള സാഹചര്യമുണ്ട്. വേ ഖേത്തോം ജംഗലോം കെ ഊപ്പർ ഛായേ ഹുയേ ഥേ. വേ എന്ന് പറയുന്ന ഇവിടെ മേഘമാണ്. ഖേത്തോം വയലുകളുടെയും ജംഗലവും വനത്തിൻ്റെയും ഒക്കെ മുകളിൽ പടർന്നു കിടക്കുന്നു, അതായത് അവിടെയൊക്കെ മഴ പെയ്യാനുള്ള സാഹചര്യങ്ങൾ. സാര ആകാശ് മേഘോം സേ ഭരാ ഥ. ആകാശം മുഴുവനും മേഘം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മേഘോം കി ഛായാओं ഗീലി ഹവായേം ഇധർ ഉധർ ഘൂം രഹി ഥി. നല്ല തണുത്ത കാറ്റടിക്കുന്നു മഴ പെയ്യാറായപ്പോൾ. പേടോം കെ തനെ അഭി ഭി ഗീലേ ഥേ. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞിട്ടും പേടോം കെ തനെ എന്ന് വെച്ചാൽ തടി, മരത്തിൻ്റെ തടി. അഭി ഭി ഗീലേ ഥേ. ഗീലേ ഥേ എന്ന് വെച്ചാൽ വെറ്റായിട്ടിരിക്കുന്നു, നനഞ്ഞിരിക്കുകയാണ്. മൂംഗ്ഫലിയോं के हरे खेतों में पीले फूल अभी भी गीले थे. മൂംഗ്ഫലിയ എന്ന് വെച്ചാൽ നിലക്കടല, കപ്പലണ്ടി എന്നും പറയും. മൂംഗ്ഫലിയോं के हरे खेतों में, ആ മൂംഗ്ഫലികൾ നിറഞ്ഞു നിൽക്കുന്ന ആ വയലുകളിൽ, പീലെ ഫുൽ, പീലെ എന്ന് വെച്ചാൽ മഞ്ഞ പൂക്കൾ, അഭിഭി ഗീലേഥെ അതെല്ലാം ഇപ്പോഴും നനഞ്ഞിരിക്കുകയാണ്, അതായത് മഴ പെയ്ത് തോർന്നിട്ടും നനവുണ്ട്. ഖേത്തോമേ ഛോട്ടാ ഛോട്ടാ ബാജ്ര ഉഗാഥ. വയലുകളിലൊക്കെ ചെറിയ ചെറിയ, ബാജ്ര മീൻസ് ചോളം, അതായത് ചോളത്തൈകൾ വളർന്നു നിൽക്കുന്നു. ഉഗാഥ വളർന്നു നിൽക്കുന്നു. ബാജ്രെ കെ ലംബെ പതലെ പാത്തോമേ പാനി കി ബൂന്തേ അട്കി ഹുയി ഥി. ഈ ചോളത്തിൻ്റെ നീളമുള്ള, തിന്നായിട്ടുള്ള, പതലെ മീൻസ് തിന്നായിട്ടുള്ള, ലംബെ നീളമുള്ള, പതലെ തിന്നായിട്ടുള്ള, ഖനം കുറഞ്ഞ, പാത്തോ ലീഫ് ഇലകളിൽ, പാനിക്ക് ബൂന്തേം അടക്കി ഹുയീഥെ അതിലൊക്കെ വെള്ളത്തുള്ളികൾ അടക്കി ഹുയീഥെ തങ്ങി നിൽക്കുന്നു. അടക്കി ഹുയി തങ്ങി നിൽക്കുക. ബാരിഷ് കി ഹവാ മേ ഗീലെ ഖേത്തോം ഔർ ബാരിഷ് കി ഹരിയാലി കി ഗന്ധ് ഘുലി ഹുയീഥെ. മഴക്കാലത്തുണ്ടാകുന്ന കാറ്റ്, മഴയുടെ കാറ്റിൽ ഗീലെ ഖേത്തോം, ഗീലെ എന്ന് വെച്ചാൽ നനഞ്ഞിരിക്കുന്ന, വെറ്റായിട്ടുള്ള, ഖേത്തോം ഔർ ബാരിഷ് കി ഹരിയാലി കി ഗന്ധ് ഘുലി ഹുയി ഥി. അവിടെയെല്ലാം ഈ മഴയുടെ ആ ഗന്ധം, പച്ചപ്പിൻ്റെ ഗന്ധം അല്ലെങ്കിൽ മഴയുടെ ഗന്ധം അവിടെയെല്ലാം സ്പ്രെഡായിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെയെല്ലാം ലയിച്ചിരിക്കുന്നു. ഖുലി ഹുയി ഥി ലയിച്ചിരിക്കുന്നു. ഉനേം ബീർ ബഹൂട്ടിയോം സേ मिलना होता था, सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सटे इन खेतों में बीर बहूटियों खोजा करते थे. सुर्ख मुलायम गदबदी बीर बहूटियाँ, धरती पर चलती फिरती खून की प्यारी प्यारी बूंदें. उनके बस्ते उनके पीठ पर लदे होते थे, कंधों पर टंगे होते थे. वे एक दूसरे के बहुत नज़दीक रहकर, बल्कि कहना चाहिए बिल्कुल सटक कर बीर बहूटियों खोजते थे. उन्हें देखने के लिए वे बारिश की गंध भरी पूरी ज़मीन पर बैठ जाया करते थे.
ഉനേം ബീർ ബഹൂട്ടിയോം സേ മിൽന ഹോത്താ ഥ. അവർക്ക് ബീർ ബഹൂട്ടികളെ കാണണമായിരുന്നു. ആർക്കെന്നുള്ളത് നമുക്ക് ഈ കഥയിലൂടെ പോകുമ്പോൾ മനസ്സിലാകും. സോ വേ സ്കൂൾ കെ ലിയേ ഘർ സേ കുച്ച് സമയ പഹലെ നിക്കൽ ആത്തേ ഥേ. അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി അവർ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്നത് കൊണ്ട് കുട്ടികളാണ് എന്ന് നമുക്ക് ഉദ്ദേശിക്കാം. ഉസ് കസ്ബെ സേ സഡേ ഇൻ ഖേത്തോ മേ ബീർ ബഹൂട്ടിയാം ഖോജ കർത്തേ ഥേ. കസ്ബെ എന്ന് വെച്ചാൽ ചെറിയ ഒരു സ്ഥലം, ഒരു പട്ടണം അല്ലെങ്കിൽ കവല എന്നൊക്കെ പറയും. അതിനടുത്തുള്ള സഡേ, അതിനോട് ചേർന്ന ഖേത്തോമേ വയലുകളിലാണ് ഈ ബീർ ബഹൂട്ടികളെ അന്വേഷിക്കാൻ വേണ്ടി പോയിരുന്നത്. സുർഖ് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയാം. സുർഖ് എന്ന് വെച്ചാൽ റെഡ് കളർ, ചുവന്ന കളറുള്ള, മുലായം സോഫ്റ്റ്, ഗദ്ബദി ബീർ ബഹൂട്ടിയാം. ഗദ്ബദി എന്ന് വെച്ചാൽ മിനുസമുള്ള, അതായത് അതിൻ്റെ ശരീരം എങ്ങനെയായിരുന്നു, ചുവന്ന നിറത്തിൽ വളരെ സോഫ്റ്റായിട്ടുള്ള നല്ല മിനുസമുള്ള ശരീരമായിരുന്നു ബീർ ബഹൂട്ടിയുടെ. ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്ദെ. ബീർ ബഹൂട്ടികളെ കണ്ടാൽ ഭൂമിയിൽ വീണ് കിടക്കുന്ന ഖൂൻ, അതായത് രക്തം, പ്യാരി പ്യാരി ബൂന്ദെ, അതായത് മനോഹരമായ രക്തത്തുള്ളികൾ പോലെയാണ് ഈ ബീർ ബഹൂട്ടികൾ കണ്ടാൽ തോന്നുക, ചുവന്ന നിറമായതുകൊണ്ട്. ഉൻകി ബസ്തെ ഉൻകി പീഠ് പർ ലദേ ഹോത്തേ ഥേ, കന്ധോം പർ ടങ്കേ ഹോത്തേ ഥേ. അപ്പോൾ ഈ കുട്ടികളുടെ ബസ്തെ എന്ന് വെച്ചാൽ ബാഗ്, അവരുടെ തോളിൽ, അവരുടെ പുറത്ത് ലതേ പറ്റിച്ചേർന്ന് കിടക്കുകയായിരുന്നു. അതിപ്പോൾ കന്ധോം പർ ടങ്കേ ഹോത്തേ ഥേ. അത് അവരിങ്ങനെ നോക്കുന്ന സമയത്ത് ബാഗ് തോളിലൂടെ തൂങ്ങിക്കിടക്കുന്നു. ടങ്കേ ഹോന്നെ വെച്ചാൽ തൂങ്ങിക്കിടക്കുക. വേ ഏക് ദൂസരെ കെ ബഹു നസ്ദീക് രഹ്കർ. അവർ ഏക് ദൂസരെ, അവർ രണ്ട് പേരുണ്ടെന്ന് മനസ്സിലാക്കാം. നസ്ദീക് വളരെ അടുത്താണ് ഇരുന്നാണ് അവർ ഈ ബീർ ബഹൂട്ടികളെ അന്വേഷിക്കുന്നത്. ബൽക്കി കഹന ചാഹിയെ ബിൽക്കുൽ സടക്കർ ബീർ ബഹൂട്ടിയോം കോച്ച്തേ ഥേ. അവർ വളരെ ചേർന്നിരുന്നിട്ടാണ് ബീർ ബഹൂട്ടികളെ അന്വേഷിക്കുന്നത്. അതായത് അടുത്തടുത്തിരുന്ന് ബീർ ബഹൂട്ടിയെ അന്വേഷിക്കുകയാണ്, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. ഉനേം ദേഖ്നെ കെ ലിയേ വേ ബാരിഷ് കി ഗന്ധ ഭൂരി ജമീൻ പർ ബൈഠ് ജായ കർത്തേ ഥേ. അപ്പോൾ എങ്ങനെയാണ് ഭൂമി കിടക്കുന്നത്, വളരെ മഴയിൽ നനഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പോൾ മഴയുടെ ഗന്ധം, മണവും ഒക്കെയുള്ള ഭൂരി ജമീൻ, ഭൂരി മീൻസ് ബ്രൗൺ നിറത്തിലുള്ള ആ ജമീൻ, ഭൂമിയിൽ, ആ സ്ഥലം, ആ വയൽ സ്ഥലങ്ങളിൽ അവരിരുന്നു കൊണ്ട് ഇതിനെ ഖോജ്തേ ഹേ, നമ്മുടെ ബീർ ബഹൂട്ടിയെ അന്വേഷിക്കുകയാണ്, നോക്കുകയാണ്. ബേല देखो इस बीर बहूटी का रंग तुम्हारे रिबन के जैसा लाल है, സാഹിൽ ने कहा. അപ്പോൾ ഇവിടെ രണ്ട് കുട്ടികളുടെ പേര് ഇതിനകത്ത് പറയുന്നുണ്ട്, ബേല പിന്നെ സാഹിൽ. അപ്പോൾ ബേല എന്ന് വിളിച്ചിട്ട് സാഹിൽ പറയുകയാണ്, ദേഖോ നിൻ്റെ നോക്കൂ, ഇസ് ബീർ ബഹൂട്ടി കാ രംഗ് തുമാരെ റിബൺ കെ ജൈസ ലാൽ ഹെ. ഈ ബീർ ബഹൂട്ടികളുടെ കളറ് നിൻ്റെ റിബൺ പോലെ റെഡ് കളറാണ്. തുമ്നെ കുച്ച് സുന ബേല, നീ കേട്ടോ എന്തെങ്കിലും? സാഹിൽ പറയണം, ഹാ സുന, ഞാൻ കേട്ടു. പഹലി ഘണ്ടി ലഗ് ഹേ, ആദ്യത്തെ സ്കൂളിൽ ആദ്യത്തെ ബെല്ലടിക്കുന്നത് കേട്ടു. ലേക്കിൻ മുझे പെൻ മേ സ്യാഹി ഭി ഭർവാനി ഹേ ദുക്കാൻ സേ. പക്ഷേ എനിക്ക് പെന്നിൽ സ്യാഹി, മഷി, ഭർവാനി നിറയ്ക്കണം, എനിക്ക് പെന്നിൽ മഷി നിറയ്ക്കണം. ദുക്കാൻ സേ, ദുക്കാൻ കടയിൽ നിന്ന്. 1981 का साल. ഈ കഥ നടക്കുന്നത് 1981 राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. രാജസ്ഥാനിൽ ജയ്പൂരിൽ നിറയെ വണ്ടികൾ കൊണ്ട് നിറഞ്ഞ ഒരു ഫുലേര ജംഗ്ഷൻ. കസ്ബേക്ക് ലഗ്ഭഗ് സൂനി തങ്ക് ഗലിയ. അതിനടുത്ത് ഉള്ള സ്ഥലത്ത് നിശബ്ദമായതും നാരോവുമായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഗലിയോമേം ഖാമോഷ് ഖഡേ ബിജലിക്കെ കമ്പെ. ആ സ്ട്രീറ്റിലെല്ലാം ഇലക്ട്രിക് പോസ്റ്റുകൾ സ്ഥാപിച്ചിരുന്നു. ബിജലിക്കെ കമ്പെ, ഇലക്ട്രിക് പോസ്റ്റ്. കമ്പോം കെ ബീച്ച് ഖിഞ്ചി താരോം കെ കതാരെ. ഇലക്ട്രിക് പോസ്റ്റുകളുടെ ഇടയിലൂടെ ഖിഞ്ചി താരോം കെ കതാരെ, അതായത് ഇലക്ട്രിക് കമ്പികൾ വലിച്ചു കെട്ടിയിരിക്കുന്നു. കതാരെ നിരകൾ, ഇലക്ട്രിക് കമ്പികളുടെ നിരകൾ തന്നെ ഉണ്ടായിരുന്നു.
इन गलियों में जहाँ तहाँ दिखाई पड़ते മീഠി കണ്ടിയാൻ ബജാത്തെ ഫേരി വാലെ. ഈ സ്ട്രീറ്റിലൂടെ മധുരമായ മണികൾ മുഴക്കിക്കൊണ്ട് ബെല്ലടിച്ചുകൊണ്ട് കച്ചവടക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. एक अंधेरे सी गली में 6-7 गधों के खुरों की टापों की आवाज़. അപ്പോൾ ആ ഇരുട്ടത്ത് സ്ട്രീറ്റിലൂടെ ഗധവും കഴുതകളുടെ കുളമ്പടി ഖുരോങ്കി ടാപ്പും കുളമ്പടി ശബ്ദം കേൾക്കാമായിരുന്നു. ഉൻകെ പീछे ചൽത്ത ഏക് ബദൻ ഉഖാടെ കുംഹാർ. ആ കഴുതകളുടെ പുറകെ ഒരു കുംഹാർ, പോട്ടർ, അതായത് മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരാൾ നടക്കുന്നുണ്ടായിരുന്നു. ബദൻ ഉഖാടെ, അർദ്ധനഗ്നനായിട്ടുള്ള ഒരു പോട്ടർ നടക്കുന്നുണ്ടായിരുന്നു. ഇസി ദൃശ്യക്കെ ബീച്ച് സെ ഗുസർത്തെ ഹുയെ ദോ സ്കൂളെ ബച്ചെ ബേല ഔർ സാഹിൽ. ഈ ദൃശ്യത്തിനിടയിൽ രണ്ട് കുട്ടികളെ കാണാൻ പറ്റും നമുക്ക്. സ്കൂളിൽ ബച്ചെ ബേല ഔർ സാഹിൽ, സ്കൂൾ കുട്ടികളായ ബേലയും സാഹിലും. ഉൻ ദിനോ പെൻ മേം 5 പൈസെ മേം നീലി സ്യാഹി ഭരി ജാത്തി ഥി. ആ സമയത്ത് 5 പൈസയ്ക്ക് പെന്നിൽ മഷി നിറച്ച് കിട്ടുമായിരുന്നു. സ്റ്റേഷനറി കി ദുക്കാൻ വാലെ ഡ്രോപ്പർ സെ പെൻ മേം സ്യാഹി ഭർത്തെ ഥെ. അപ്പോൾ സ്റ്റേഷനറി കടയിൽ നിന്ന് ആ കടക്കാരൻ ഡ്രോപ്പർ ഉപയോഗിച്ചിട്ട്, ഫില്ലർ ഉപയോഗിച്ചിട്ട് പെന്നിൽ മഷി നിറച്ചു കൊടുത്തിരുന്നു. പെൻമേൻ കുച്ച് സ്യാഹി ബെച്ചി ഥി. പെന്നിൽ കുറച്ച് മഷി ബാക്കിയുണ്ടായിരുന്നു. ഉസേ സാഹിലിനെ ജമീൻ പർ ചിടക് ദിയ. ആ മഷി സാഹിൽ തറയിലേക്ക് കളഞ്ഞു. നയി സ്യാഹി ഭർവാനെ കെ ലിയെ ദോനോ ദുക്കാൻ പർ പഹുഞ്ചെ. അപ്പോൾ കുറച്ച് പുതിയ മഷി ഒഴിക്കാൻ വേണ്ടി രണ്ടുപേരും ദുക്കാനിലേക്ക് എത്തി. ഏക് പെൻ സ്യാഹി ഭർ ദോ. ഈ ഒരു പേന സ്യാഹി നിറച്ചു തരൂ. സാഹിൽ സെ പഹലെ ഹി ബേലാനെ ദുക്കാൻ വാലെ സെ കഹ. സാഹിൽ പറയുന്നതിന് മുമ്പേ തന്നെ ബേല ദുക്കാൻ വാലയോട് പറഞ്ഞു. ബേട്ടാ സ്യാഹി കി ബോത്തൽ അഭി അഭി ഖാലി ഹോ ഗയി ഹെ, അബ് തോ കൽ ഹി മിൽ പായേഗി. മോനെ, ഇപ്പോഴാണ് ഈ മഷിയുടെ കുപ്പിയിൽ മഷി തീർന്നത്, അതുകൊണ്ട് നാളെ വരൂ എന്ന് പറഞ്ഞു. ലേക്കിൻ ഇസ്നെ തോ പെൻമേ ജോ സ്യാഹി ഥി ഉസേ ഭി ജമീൻ പർ ചിടക് ദിയ, ബേല ബോലി. പക്ഷേ കുറച്ച് മഷി ഉണ്ടായിരുന്നും കൂടി അവൻ കളഞ്ഞു എന്ന് ബേല പറഞ്ഞു. ബാദൽ കോ ദേഖകർ ഖഡേ കോ നഹി ഡുൽന ചാഹിയെ. ബാദൽ, കാർമേഘം കണ്ടിട്ട് ഖഡേ കോ നഹി ഡുൽന ചാഹിയെ, അതായത് കുടം കമത്തരുത്, കുടത്തിലെ വെള്ളം കളയരുത്, അതായത് മഴ പെയ്യും എന്ന് വിചാരിച്ച് കുടത്തിലുള്ള വെള്ളം കളയരുത്. ദുക്കാൻ വാലെ ഭയ്യാനെ കഹ ഔർ പൂച്ച. എന്നിട്ട് ദുക്കാൻ വാലെ ഭയ്യ, കടക്കാരൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ചോദിച്ചു, കോൺസീമേം പഠിത്തേ ഹോ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5वीं में. साहिल ने ऐसे बुरे मन से बताया जैसे 5वीं में പഠന പാപ് ഹോ. അപ്പോൾ സാഹിൽ 5ാം ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു, എന്തോ ഒട്ടും ഇഷ്ടമില്ലാത്ത രീതിയിൽ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പാപമാണ് എന്ന് തോന്നുന്ന രീതിയിൽ ഉള്ള ഒരു മുഖഭാവത്തോടെ പറഞ്ഞു. ദോനോ, രണ്ടുപേരും 5ാം ക്ലാസ്സിലാണോ എന്ന് ദുക്കാൻ വാലെ ഭയ്യാനെ കഹ, ചോദിച്ചു. ഹാ ദോനോ ഔർ ഹം ദോനോ കാ സെക്ഷൻ ഭി ഏക് ഹി ഹെ. അതെ, ഞങ്ങൾ രണ്ടുപേരും ഒരേ സെക്ഷനിലാണ്, ഒരേ ഡിവിഷനിലാണ് പഠിക്കുന്നത്. ബേലാനെ ഐസെ ഖുഷ് ഹോക്കർ ബതായ ജൈസെ യഹ് കോയി ബഹുത് ബഡി ബാത് ഹോ. ബേല വളരെ സന്തോഷത്തോടെ പറഞ്ഞു. ഇത് വലിയൊരു കാര്യമായിട്ട് കാണുന്ന പോലെ ബേല സന്തോഷത്തോടെ പറഞ്ഞു. क्लास में दोनों पास पास बैठते थे. कॉपी में काम करते तो दोनों कॉपी में काम करते थे. किताब पढ़ते तो दोनों किताब पढ़ते. അപ്പോൾ ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്താണ് ഇരിക്കുന്നത്. കോപ്പി എഴുതുന്ന സമയത്ത് രണ്ടുപേരും കോപ്പി എഴുതും, അതായത് എഴുതുന്ന സമയത്ത് രണ്ടുപേരും കൂടിയാണ് എഴുതുന്നത്. കിതാബ് പഠിത്തേ തോ ദോനോ കിതാബ് ബുക്ക് വായിക്കുകയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് വായിക്കും. ബൽക്കി പാഠ് ഭി ഏക് ഹി പഠിത്തേ. പക്ഷെ പാഠവും ഒരുമിച്ചാണ് പഠിക്കുന്നത്. സാഹിൽ चमक उठी सन 57 में वह तलवार पुरानी थी पढ़ता तो बेला भी चमक उठी सन 57 में वह तलवार पुरानी थी पढ़ती थी. അപ്പോൾ ഏത് സെൻറ്റൻസ് ആണോ ബേല വായിക്കുന്നത് അല്ലെങ്കിൽ സാഹിൽ വായിക്കുന്നത്, സെയിം സെൻറ്റൻസ് തന്നെ മറ്റേയാളും വായിക്കും. സാഹിൽ വായിക്കുന്ന സെൻറ്റൻസ് തന്നെ ബേലയും വായിക്കും. ബേല വായിക്കുന്ന സെൻറ്റൻസ് തന്നെ സാഹിലും വായിക്കുമായിരുന്നു.
ബേല കഹത്തി ബഹൻജി പാനി പീനെ ചലി ജാവും. ബേല പറഞ്ഞു, നമുക്ക് വെള്ളം കുടിക്കാൻ പോകാം സഹോദരി. അപ്പോൾ സാഹിലും അത് തന്നെ പറഞ്ഞു, ബഹൻജി പാനി പീനെ ചലാ ജാവും, നമുക്ക് വെള്ളം കുടിക്കാൻ പോകാം. അങ്ങനെ ഒരാൾ പറയുന്നത് തന്നെ മറ്റേയാളും പറയും. അത്രയും സ്നേഹത്തോടെയാണ് അവർ ജീവിച്ചിരുന്നത്. ഗണിത് കെ मैट साहब सुरेंद्र जी का पीरियड खेल खंडी के बाद आता था. അപ്പോൾ ഗണിതം എന്ന് വെച്ചാൽ മാത്സ് പഠിപ്പിക്കുന്ന സാറ് സുരേന്ദ്രൻ സാറ് അദ്ദേഹത്തിൻ്റെ പീരീഡ് ഖേൽ ഖണ്ഡേ കി ബാദ്, അതായത് PT പീരീഡ്, കളിയുടെ ടൈം കഴിഞ്ഞിട്ടുള്ള पीरियड. बच्चे उनसे कामते थे और खेल खंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. അപ്പോൾ കുട്ടികൾക്ക് അദ്ദേഹത്തെ പേടിയായിരുന്നു, മാത്സ് ടീച്ചറിനെ പേടിയായിരുന്നു. അപ്പോൾ ബെല്ലടിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പ് തന്നെ അവരെല്ലാവരും ക്ലാസ്സിൽ വന്ന് ഇരിക്കും. സുരേന്ദർ ജി മാഡ് സാബ് ഇസ് പീരിയഡ് में कॉपी जांचते थे. അപ്പോൾ സുരേന്ദ്ര സാറ് ആ പീരീഡിൽ കോപ്പി ജാഞ്ചത്തെ ഹെ, അതായത് ഹോംവർക്ക് നോക്കുമായിരുന്നു. സരാസി ഗൽത്തി പർ ബച്ചോं को इधर उधर फेंक देते थे या चापट मारने लगते थे. ചെറിയ എന്തെങ്കിലും തെറ്റ് വന്നാൽ തന്നെ അദ്ദേഹം കുട്ടികളെ വല്ലാണ്ട് അടിച്ചിരുന്നു. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താ തോ റുക്ന ഭൂൽ ജാത്താ ഥാ, അതായത് അടി തുടങ്ങിയാൽ പിന്നെ നിർത്തുക പ്രയാസമായിരുന്നു. एक दिन सुरेंद्र जी माड साहब ने बेला के बालों में पंजा फंसाया. ഒരു ദിവസം സുരേന്ദ്ര സാർ ദേഷ്യപ്പെട്ട് മുടിയിൽ പിടിച്ച് വലിച്ചു. ബാലോമേ പഞ്ച ഫസായ മീൻസ് മുടിയിൽ പിടിച്ച് വലിച്ചു. പഞ്ച എന്ന് വെച്ചാൽ കൈപ്പത്തിയാണ്. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं. എന്തോ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തത്, മുടിയിൽ പിടിച്ച് വലിച്ചത്. പക്ഷേ അത് ശരിക്കും ഒരു തെറ്റേ ആയിരുന്നില്ല. ഉന്നോനെ ബേലാക്കോ ചോട് ദിയ, അവസാനം തെറ്റ് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ബേലയെ വിട്ടു. ബേലയ്ക്ക് ഭയഭീത് ചെഹ്റേക്കോ ദേഖക്കർ സാഹിൽ ബുരി തരഹ് ഡർ ഗയാ ഥാ. ബേലയുടെ ആ പേടിച്ചരണ്ട മുഖം, ഭയഭീത് ചെഹ്റെ, പേടിച്ച മുഖം കണ്ടിട്ട് സാഹിൽ ബുരി തരഹ് ഡർ ഗയ, വല്ലാണ്ട് സാഹിലും പേടിച്ചുപോയി. ഉസ്നെ ദേഖാ കി ബേല കെ പാവ് അഭി ഭി കാം രഹേ ഹെ. സാഹിൽ നോക്കിയപ്പോൾ ബേലയുടെ കാലുകൾ പേടിച്ച് വിറയ്ക്കുകയായിരുന്നു. ജേസെ വഹ് ഖടേ ഖടേ അഭി ഗിർ ജായെങ്കെ, കണ്ടാൽ തോന്നും ഇപ്പോൾ അവൾ പേടിച്ച് വിറച്ച് വീഴും എന്ന് തോന്നും. സുരേന്ദർ ജി മാഡ് സാബ് ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा. അപ്പോൾ അവളുടെ നോട്ട്ബുക്ക് എടുത്ത് അവളുടെ സീറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ബൈറ്റ് അപ്പന ജഗഹ പർ, നിൻ്റെ സ്ഥലത്ത് പോയി, നിൻ്റെ സീറ്റിൽ പോയി നീ ഇരിക്കുക. बेला का मन बहुत ख़राब हो गया. माड साहब चाहे मुझे पीट लेते मगर साहिल के सामने नहीं. वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी क्योंकि वह जानती थी कि वह साहिल की नज़र में बहुत अच्छी है. അപ്പോൾ ബേലയ്ക്ക് വല്ലാണ്ട് വിഷമമായി. മാഡ് സാബ് അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ലായിരുന്നു. ചാഹെ മുझे पीट लेते, എന്നെ അടിച്ചോട്ടെ, മഗർ സാഹിൽ കെ സാമനെ നഹി, സാഹിലിൻ്റെ മുമ്പിൽ വേണ്ടായിരുന്നു. സാഹിൽ കെ സാമനെ ഖുദ് കോ ശർമിന്ദ മഹസൂസ് കർ രഹി ഥി. സാഹിലിൻ്റെ മുമ്പിൽ അവൾക്ക് വല്ലാണ്ട് ഷെയിമായി, ശർമിന്ദ ഷെയിം, നാണക്കേടായിപ്പോയി. ക്യോങ്കി വഹ് ജാൻതി ഥി കി വഹ് സാഹിൽ കി നസർ മേ ബഹുത് അച്ഛി ഹെ. അവൾ ചിന്തിച്ചിരുന്നത് അവൾ സാഹിലിൻ്റെ മുമ്പിൽ, അല്ലെ സാഹിലിൻ്റെ കണ്ണുകളിൽ വളരെ നല്ല കുട്ടിയാണെന്നായിരുന്നു. ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈഠ് ഉസ്സെ നസർ നഹി മിലാ പായി. അപ്പോൾ സാഹിലിൻ്റെ അടുത്ത് വന്നിരുന്നിട്ടും അവനെ നോക്കാൻ പോലും അവൾക്ക് മടിയായിരുന്നു, അത്രയ്ക്ക് നാണം കെട്ടുപോയി. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बंधी थी. ദീപാവലിയുടെ ഹോളിഡേയ്സൊക്കെ കഴിഞ്ഞ്, ചുട്ടിയാം ഹോളിഡേ ലീവൊക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ ഖുലാത്തോ, സ്കൂൾ തുറന്നപ്പോൾ ബേലയ്ക്ക് സിർ പർ സഫേദ് പട്ടി ബന്ധി ഥി. ബേലയുടെ തലയിലൊരു വെളുത്ത തുണി, പട്ടി മീൻസ് തുണി, വെളുത്ത തുണി അല്ലെങ്കിൽ ഒരു ബാൻഡേജ് കിട്ടിയിരിക്കുന്നു. കോയി ഉസേ ഹോയ് ഹേ ഹോയ് സഫേദ് പട്ടി കഹ് രഹാ ഥ. ഇത് കണ്ടിട്ട് കുട്ടികൾ അവളെ കളിയാക്കി.
സഫേദ് പട്ടി ഹോയ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി. സുൽത്താന ഡാക്കു തോ കോയി കുച്ച് ഔർ കഹ്കർ ചിടാ രഹാ ഥ. സുൽത്താന ഡാക്കു എന്നും പറഞ്ഞ് കുറച്ച് പേര് അവളെ കളിയാക്കി. സുൽത്താന ഡാക്കു എന്ന് പറയുന്നത് ഒരു കൊള്ളക്കാരനാണ്, പിടികിട്ടാപ്പുള്ളിയാണ്. ഇയാളുടെ കഥ സിനിമയായിട്ട് വന്നപ്പോൾ ഈ ഡാക്കുവായിട്ട് അഭിനയിച്ച ആളുടെ തലയിലൊരു ഇത് കെട്ടിയിട്ടുണ്ടായിരുന്നു, വെളുത്ത ബാൻഡേജ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ സുൽത്താന ഡാക്കു എന്ന് ഈ കുട്ടിയെ വിളിച്ചത്. ഏ ക്യാ ഹോ ഗയാ ബേല സാഹിലിനെ പരേശാൻ ഹോത്ത ഹുയെ പൂച്ച. അപ്പോൾ സാഹിൽ മാത്രം ഇത് കണ്ടിട്ട് വളരെ വിഷമത്തോടെ ചോദിച്ചു, എന്താ പറ്റിയ ബേല ചോദിച്ചു. ഛസ്സെ ഗിർ ഗയി ബേലാനെ ഹസ്തെ ഹുയെ കഹ അവർ കഹ. ഇത് ഞാൻ മേളേന്ന് വീണതാണ് എന്ന് പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ബഹുത് ദിൻ ഹോ ഗേ ആജ് ഖേൽ ഖണ്ഡി മേം ഗാന്ധി ചൗക്ക് മേം ലങ്കടി ടാങ് ഖേലെങ്കെ. കുറേ നാളായില്ലേ നമുക്ക് ഗാന്ധി ചൗക്കിൽ പോയിട്ട് നമ്മുടെ PT പീരീഡ്, ഖേൽ ഖണ്ഡി മേം PT പീരീഡ് നമുക്ക് ഗാന്ധി ചൗക്കിൽ പോയിട്ട് ലങ്കടി ടാങ് ഖേലെങ്കെ, നമുക്ക് തൂങ്ങി കളിക്കാം. എവിടെയെങ്കിലും ഇങ്ങനെ നമ്മൾ തൂങ്ങി ആടില്ലേ, അതിനാണ് തൂങ്ങി കളിക്കാമെന്ന് പറയും. നഹി ഖേലെങ്കെ തേരെ സിർമേ ഫിർസെ ലഗ് ജായെങ്കി തോ. വേണ്ട, നിൻ്റെ മുറിവ് വീണ്ടും എന്തെങ്കിലും പ്രശ്നമായാലോ, തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമായാലോ എന്ന് സാഹിൽ പറഞ്ഞു. നഹി ലഗേഗി ബേലാനെ സിദ് കി. ഇല്ല, അങ്ങനൊന്നും ഉണ്ടാവില്ല, ബേല സിദ് കി എന്ന് വെച്ചാൽ നിർബന്ധമായിട്ട് പറഞ്ഞു. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी खेल खंडी लंगड़ी टांग खेले. അങ്ങനെ എപ്പോഴും ഉള്ള പോലെ ഹമേശാക്കി തര, എപ്പോഴും എങ്ങനെയാണോ അതേപോലെ എല്ലാ കുട്ടികളും കൂടി ഗാന്ധി ചൗക്കിൽ പോയിട്ട് അവിടെ തൂങ്ങി കളിക്കാൻ തുടങ്ങി. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से കുച്ച് അധിക് മുസ്കുരാ രഹി ഹോ. അപ്പോൾ ഈ കുട്ടികളെല്ലാം ഗാന്ധി പ്രതിമയ്ക്ക് ചുറ്റും ഇങ്ങനെ കളിക്കുന്ന കണ്ടിട്ട് ഗാന്ധിജി പണ്ടത്തെക്കാട്ടിലും ഒന്നുകൂടെ ചിരിക്കുന്നത് പോലെ തോന്നി. ഗാന്ധി പ്രതിമയിലൊരു സ്മൈലിംഗ് ഫേസ് ആണല്ലോ, അപ്പോൾ അത് നന്നായിട്ട് ചിരിക്കുന്ന പോലെ തോന്നി. കാരണം എന്താണ്, കുട്ടികളൊക്കെ സന്തോഷത്തോടെ കുറേ കാലം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് കളിക്കുന്ന കണ്ടപ്പോൾ ഗാന്ധിജിക്ക് സന്തോഷമായ പോലെ തോന്നി. रविवार का दिन था. साहिल अपने घर में नीम के पेड़ की डाली पकड़कर झूम रहा था. അപ്പോൾ രവിവാർ കാ ദിൻ ഒരു സൺഡേ ആയിരുന്നു. സാഹിൽ അപ്പനെ ഘർമേം നീം കെ പേട് എന്ന് വെച്ചാൽ ആര്യവേപ്പ്, വേപ്പിൻ കയ്പുള്ള ഒരു ഇലയുള്ള മരമില്ലേ, വേപ്പ്. സാഹിൽ അപ്പനെ ഘർമേ നീം കെ പേട് കി ഡാലി പകഡ്കർ ഝൂം രഹാ ഥ. അപ്പോൾ വേപ്പിൻ്റെ ബ്രാഞ്ചിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഊഞ്ഞാലാടുമായിരുന്നു. വഹ ഏക് സ്റ്റൂൾ പർ ചഡ്കർ ഝുൽത്താ ഥ. ഒരു സ്റ്റൂളിൽ കയറിയിട്ടാണ് ആടുന്നത്. അച്ചാനക് ടൂട്ടെ സ്റ്റൂൾ കി ഏക് കീൽ സാഹിൽ കി പിണ്ടലി മേ ലഗ് ഗയി. പെട്ടെന്ന് സ്റ്റൂള് പൊട്ടിയിട്ട് അതിൻ്റെ ഒരു പീസ് സാഹിലിൻ്റെ പിണ്ടലി എന്ന് പറയുന്ന മുട്ടിന് താഴെയുള്ള ആ ഭാഗം അവിടെ കൊണ്ടു. ഏക് ഇഞ്ച് ഗഹ്റ ഗഡ്ഢ ഹോ ഗയ. 1 ഇഞ്ച് ആഴത്തിലേക്ക് മുറിവുണ്ടായി. ഉസെ സർക്കാരി ആസ്പതാൽ മേ പട്ടി ബന്ധവാനെ കെ ലേ ജായ ഗയ. അപ്പോൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ബാൻഡേജ് ഇടാൻ വേണ്ടി അവനെ കൊണ്ടുപോയി. ഉസ്നെ ദേഖാ കി 2 ലോഗോं को छोड़कर आगे बेला खड़ी है. അപ്പോൾ നോക്കിയപ്പോൾ 2 ആൾക്കാരുടെ മുമ്പിലായിട്ട് ബേലയും നിൽക്കുന്നതായിട്ട് കണ്ടു. സിർമേം പട്ടി ബന്ധുവാനെ ആയി ഹെ. ബേലയും തലയിൽ ബാൻഡേജ്, വീണ്ടും ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്, ബാൻഡേജ് ഇടാൻ വേണ്ടി വന്നതാണ്. സ്കൂൾ ആത്തെ ജാത്തെ ഹുയെ और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बंधी होती और एक ही पिंडली में. ഇവരുടെ 2 പേരുടെയും, ഒരാളുടെ തലയിൽ മറ്റേയാളുടെ കാലിലും ബാൻഡേജ് ഇട്ട് 2 കുട്ടികളെ കുറേ ദിവസത്തേക്ക് കാണാമായിരുന്നു. ബേലയും അവർ സാഹിലുമായിരുന്നു അത്. സഫേദ് പട്ടി വാലെ ഈ ദോനോ കഹീം പർ ഭി സാഥി ദിഖായി ദേത്തെ. അവർ 2 പേരും എപ്പോഴും ഒരുമിച്ച് തന്നെയാണ് കാണുന്നത്. സ്കൂളിൽ പോകുന്നതും വരുന്നതും ക്ലാസ്സിലും എല്ലാം എപ്പോഴും ഒരുമിച്ചായിരുന്നു. 5वीं कक्षा का रिजल्ट आ गया. दोनों छठी में आ गए.
यह स्कूल 5वीं तक ही था. അപ്പോൾ 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. ഇനി അവർ 6ാം ക്ലാസ്സിലേക്കാണ്, ചട്ടിമേ 6ാം ക്ലാസ്സിലേക്കാണ്. ഈ സ്കൂളിൽ 5ാം ക്ലാസ് വരെയേ ഉള്ളൂ. 5वीं तक ही था. സാഹിൽ അബ് തും കഹാം പഠോഗെ, ബേലാനെ പൂച്ച. സാഹിൽ, ഇനി നീ എവിടെയാണ് പഠിക്കുന്നതെന്ന് ബേല ചോദിച്ചു. और तुम कहाँ പഠോഗെ ബേല, സാഹിലിനെ പൂച്ച. അപ്പോൾ സാഹിലും ചോദിച്ചു, നീ എവിടെയാണ് പഠിക്കുന്നത്? मेरे पापा कह रहे थे कि तुझे राजकीय कन्या पाठशाला में പഠായേംഗെ और तुम. എൻ്റെ അച്ഛൻ പറഞ്ഞു എന്നെ ഒരു ഗേൾസ് സ്കൂളിലാണ് ചേർക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. നിന്നെയോ? മുझे അഗലെ സാൽ അജ്മീർ ഭേജ് ദേംഗെ. എന്നെ അടുത്ത വർഷം അജ്മീർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ സ്കൂളിലാണ് വിടുന്നത്. വഹാം ഏക് ഹോസ്റ്റൽ ഹേ, ഘർ സേ ദൂർ, വഹാം അക്കേല രഹൂങ്ക. അവിടെ ഒരു ഹോസ്റ്റലുണ്ട്, വീട്ടിൽ നിന്ന് വളരെയധികം ദൂരെയാണ്, ഞാൻ അവിടെ ഒറ്റയ്ക്ക് താമസിക്കും. ക്യോം സാഹിൽ, അതെന്താ അങ്ങനെ? പതാ നഹി ക്യോം, എന്താണെന്നറിയില്ല. തോ യാനി കി അബ് തും ഫുലേര മേ ഹി നഹി രഹോഗെ. അപ്പോൾ നീ ഇനി ഫുലേരയിലേക്ക് വന്ന് താമസിക്കില്ലേ? ഇവിടെ ഫുലേര ഇവരിപ്പോൾ താമസിക്കുന്ന സ്ഥലം. നഹി തുമാര റിപ്പോർട്ട് കാർഡ് ദിഖാന. ഇല്ല, നിൻ്റെ റിപ്പോർട്ട് കാർഡ് കാണിക്കൂ. അതായത് ഉള്ളിൽ 2 പേർക്കും വിഷമമുണ്ട്, അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടിയാണ് റിപ്പോർട്ട് കാർഡ് ചോദിച്ചിരിക്കുന്നത്. സാഹിൽ ബേല കെ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ ഥാ ഔർ ബേല സാഹിൽ കാ. അപ്പോൾ രണ്ടുപേരുടെയും റിപ്പോർട്ട് കാർഡുകൾ കൈമാറി അത് നോക്കിയിരിക്കുകയാണ്. ആജ് ആഖിരി ബാരി വേ ഏക് ദൂസരേക്ക് കോയി ചീസ് കോ ഛൂക്കർ ദേഖ് രഹേ ഥേ. ഇത് അവസാന ദിവസമാണ്. രണ്ടുപേരും അവരവരുടെ ഓരോരുത്തരുടെയും, അതായത് ഏക് ദൂസരേക്ക്, ഒരാൾ മറ്റൊരാളുടെ സാധനം എടുത്ത് നോക്കുന്നത്. ഇനിയും അങ്ങനെ പറ്റില്ലല്ലോ, അവസാന ദിവസമാണ്. തുമാരെ ആങ്ക് മേ ആസു ക്യോ മാ രഹേ ഹേ ബേല. നിൻ്റെ കണ്ണിലെന്താ അല്ലെങ്കിൽ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നത്? മുझे क्या പത, എനിക്കെങ്ങനെ അറിയാം? ബേലാനെ ഡബ്ഡബായി ആംഖോം സെ ഹസ്തേ ഹുയെ കഹ. നിറഞ്ഞ കണ്ണുകളോടെ പക്ഷെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. साहिल की आंखें बीर बहूटी की तरह लाल होने लगी थी और उसमें बारिश की बूंदों सा पानी भर गया था. അപ്പോൾ സാഹിലിൻ്റെ കണ്ണുകൾ വിഷമം കൊണ്ട് ബീർ ബഹൂട്ടികളെ പോലെ ചുവന്നു. ബാരിഷ് കി ബൂന്തോം സ പാനി ഭർ ഗയാ ഥ. അതായത് മഴത്തുള്ളികൾ പോലെ കണ്ണുനീര് കണ്ണിൽ നിറഞ്ഞു. ബേല കഹനെ ലഗി, മേ ചിട്ടാവും അബ് തുമേ, റോനി സൂരജ് സാഹിൽ, റോനി സൂരജ് സാഹിൽ. അപ്പോൾ ഞാൻ നിന്നെ വഴക്ക് പറയും എന്ന് പറഞ്ഞ് റോനി സൂരജ് സാഹിൽ, അതായത് കരഞ്ഞ മുഖമുള്ള സാഹിൽ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കി. ബാരിഷ് ആനെ മേ 1.5 മഹീന ബാക്കി ഥ. ഇനി മഴ വരാൻ 1.5 മാസം ബാക്കിയുണ്ടായിരുന്നു. ലേക്കിൻ യഹ് ബാരിഷോം സെ പഹലേക്ക് ബാരിഷ് കാ ഏക് ദിൻ ഥ. പക്ഷേ ഇത് മഴയ്ക്ക് മുമ്പേ ഉള്ളൊരു മഴക്കാലമായിരുന്നു. ആസ്മാൻ മേ ഘടായേം ഘിരി ഥി. ആകാശത്ത് കാർമേഘങ്ങൾ നിറഞ്ഞു. ധൂൽ ഭരി തേസ് ഹവായേം ചൽ രഹേ ഥി. പൊടികൾ നിറഞ്ഞ കാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. പാനി ബർസ് രഹാ ഥ. മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ഫുലേര കസ്ബെ കി ബാദൽ ഛായി ഏക് ഗലെ മേ 5वीं से 6वीं ചലേ ഗയി ഏക് ലഡ്കി ജാ രഹേ ഥി. അപ്പോൾ ഫുലേര കസ്ബയിൽ സ്ട്രീറ്റിൽ അവിടെ മുഴുവനും കാർമേഘം നിറഞ്ഞു. ഇവിടെ കാർമേഘം നിറയുക, മഴ പെയ്യുക എന്നൊക്കെ പറയുന്നത് ആ കുട്ടികളുടെ മനസ്സിൻ്റെ വിഷമം കാണിക്കുന്നതായിട്ടാണ്. അവരുടെ കാർമേഘം നിറയുക എന്ന് വെച്ചാൽ മനസ്സിൽ വിഷമം വരുമ്പോൾ, വിഷമം വരുന്നതിനെയാണ് കവി ഇവിടെ അങ്ങനെ പറയുന്നത്, കഹാനികാർ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പെരസ് രഹന എന്ന് വെച്ചാൽ അവിടെ കരയുന്നു എന്നുള്ളതിലാണ് മഴ പെയ്യുന്നു എന്നുള്ളത് കാണിച്ചിരിക്കുന്നത്. ഉസ്കെ ഭൂരെ ബാൽ ബീർ ബഹൂട്ടിയോം കെ രംഗ് കെ ലാൽ റിബൺ സെ ബന്ധേ ഥേ. ആ സ്ട്രീറ്റിലൂടെ 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പാസ്സായ ഒരു കുട്ടി നടന്നു പോവുകയായിരുന്നു. ഉസ്കെ ഭൂരെ ബാൽ ബീർ ബഹൂട്ടിയോം കെ രംഗ് കെ ലാൽ റിബൺ സെ ബന്ധേ ഥേ. അവളുടെ ആ ഭൂരെ ബ്രൗൺ കളറിലുള്ള ബാൽ മുടി ബീർ ബഹൂട്ടിയുടെ കളറുള്ള, അതായത് റെഡ് കളറിലുള്ള റിബൺ കൊണ്ട് കെട്ടിയിരുന്നു. ദൂസരെ ദിശാക്കോ ജാത്തി ഏക് ഗലേ മേ 5वीं से 6वीं ഗയാ ഏക് 11 साल का लड़का जा रहा था. അപ്പം മറ്റേ സ്ട്രീറ്റിലൂടെ, അടുത്ത സ്ട്രീറ്റിലൂടെ ഈ 5ൽ നിന്നും 6ലേക്ക് പാസ്സായ 11 വയസ്സായ ഒരു ആൺകുട്ടി നടന്നു പോവുകയായിരുന്നു.
അതായത് ഇവിടെ ബേലയും സാഹിലിനെയും കുറിച്ചാണ് പറയുന്നത്. രണ്ടുപേരും രണ്ട് വഴിയിലൂടെയായി ഇപ്പം നടക്കുന്നത്. കാരണം രണ്ടുപേരും രണ്ട് ക്ലാസ്സിലായി. അവർ ഇപ്പോൾ പിരിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്, മനസ്സുകൊണ്ടല്ല, അവർ അല്ലാതെ പിരിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇസ്കി പിണ്ടലി മേ ബീർബഹുട്ടി കെ രംഗ് കാസ ഏക് ഇഞ്ച് ലംബ ചോട്ട് കാ നിശാൻ ഥ. അപ്പോൾ അവൻ്റെ കാലിൽ ബീർബഹുട്ടിയെ പോലെ 1 ഇഞ്ച് നീളത്തിൽ ഒരു റെഡ് കളറിലുള്ള ഒരു നിശാൻ, ഒരു അടയാളവും കാണാമായിരുന്നു. അതായത് അവർ രണ്ട് സ്ഥലത്തായെങ്കിലും, അവർ പിരിഞ്ഞെങ്കിലും അവർക്ക് തമ്മിൽ സ്നേഹമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു നിശാനയും, അതായത് സിമ്പൽ, ബീർബഹുട്ടിയുടെ പോലെയൊരു സിമ്പൽ കാലിലുണ്ടായി. അവൾക്ക് റെഡ് റിബണും, ഇത് രണ്ടും ഒരേപോലെ സാമ്യതയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതുകൂടാതെ അവരുടെ സൗഹൃദത്തിൻ്റെ ആഴം കാണിക്കാൻ വേണ്ടിയും കൂടെയാണ് ഇങ്ങനൊരു താരതമ്യം ഇവിടെ കഹാനിക്കാർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കഹാനിക്കാർ അല്ലെങ്കിൽ കഥാകാരൻ നിഷ്കളങ്കമായ പ്രായത്തിലുള്ള നിഷ്കളങ്കമായ സ്നേഹത്തെക്കുറിച്ചാണ്, അഗാധമായ സൗഹൃദം, സ്നേഹത്തെക്കുറിച്ചാണ് ഇവിടെ ഈ ബീർബഹുട്ടി എന്ന കഥയിലൂടെ നമ്മളെ കാണിച്ചു തരുന്നത്.